വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുകയാണ്. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കില്ല. വിശാല ബെഞ്ചിന് മുന്നിൽ 5-അംഗ ബെഞ്ചിന്റെ 7 ചോദ്യങ്ങൾ മാത്രമാണുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ്. കോടതിക്ക് മുന്നിലുള്ള ചോദ്യങ്ങൾ ആവശ്യമെങ്കിൽ പുനഃക്രമീകരിക്കും. മുസ്ലിം, പാഴ്സി, ജൈന മതാചാരങ്ങളുടെ സാധുത പരിശോധിക്കുമെന്ന് കോടതി. വിവിധ മതാചാര കേസുകൾ ഒന്നിച്ച് ഭരണഘടനാ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. എന്നാൽ ഈ കേസുകളുടെ വ്യക്തിപരമായ വശങ്ങൾ ഭരണഘടനാ ബെഞ്ച് കേൾക്കില്ല. 3 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. അനാവശ്യ വിവാദങ്ങൾ അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. അഭിഭാഷകർ കൂടിയാലോചിച്ച് ആരൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണമെന്ന് തീരുമാനിക്കണം. പുതിയ ഏതെങ്കിലും വിഷയങ്ങൾ കൂട്ടിച്ചേർക്കണമോ എന്ന് അഭിഭാഷക യോഗം നിർദ്ദേശിക്കണം. ഓരോ അഭിഭാഷകനും വാദിക്കേണ്ട സമയവും നിശ്ചയിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ജനുവരി 17-ന് അഭിഭാഷകരുടെ യോഗം ചേരാൻ തീരുമാനം. ഭരണഘടനാ ബെഞ്ചിൽ ഉന്നയിക്കേണ്ട വാദങ്ങൾ തീരുമാനിക്കും. സുപ്രീം കോടതി സെക്രട്ടറി ജനറലും യോഗത്തിൽ പങ്കെടുക്കും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തൽക്കാലം പ്രതികരിക്കുന്നില്ലെന്ന് ദേവസ്വം ബോർഡ്. അഭിഭാഷകരിൽ നിന്ന് കൃത്യമായ വിവരം അറിഞ്ഞതിനു ശേഷം പ്രതികരിക്കാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു. ആചാരങ്ങൾ തുടരണമെന്ന നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പന്തളം കൊട്ടാര പ്രതിനിധി ശശികുമാര വർമ്മ. വിശ്വാസത്തിനുമേൽ തീ കോരിയിട്ടവർക്ക് കിട്ടുന്ന തിരിച്ചടിയാവും കോടതി വിധി. സർക്കാരിന് തെറ്റുപറ്റിയെന്ന് വ്യക്തമാക്കുന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ നിലപാടെന്നും ശശികുമാര വർമ്മ. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാൻ ഉത്തരവിട്ടത് വേദനയോടെയാണെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര. നിയമലംഘകർക്ക് മരട് ഒരു പാഠമാകട്ടെ എന്നും ജസ്റ്റിസ്. അവശിഷ്ടങ്ങൾ ഉടൻ നീക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. റിപ്പോർട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷം തുടർ ഉത്തരവ് പുറപ്പെടുവിക്കും. കോൺക്രീറ്റ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ തുടങ്ങി. കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കാൻ 2 മാസമെങ്കിലും വേണ്ടി വന്നേക്കും. എവിടേക്ക് നീക്കുമെന്നതിലും അനിശ്ചിതത്വം. അരൂരിലേക്ക് മാറ്റാനുള്ള നീക്കത്തിൽ അരൂർ പഞ്ചായത്തിന് പ്രതിഷേധം. മരടിലെ ആ പ്രദേശത്താകെ രൂക്ഷമായ പൊടിശല്യം. പ്രതിഷേധവുമായി നാട്ടുകാർ. നഗരസഭാ ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും ഉപരോധിച്ചു. പൊടിശല്യം കാരണം സമീപവാസികൾ വീടുകളിലേക്ക് തിരിച്ചെത്താൻ വൈകും. കോൺക്രീറ്റ് മാലിന്യങ്ങൾ നീക്കി ഭൂമി വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് ഫ്ളാറ്റ് ഉടമകൾ. നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ച തുകയുടെ ആദ്യ ഗഡു 22 പേർക്ക് ലഭിക്കാനുണ്ട്. ഇത് നൽകാതെയാണ് ഫ്ളാറ്റ് പൊളിക്കൽ പൂർണ്ണമായതെന്ന് സർക്കാർ. ഫ്ളാറ്റ് പൊളിക്കൽ പൂർണ്ണമായെന്ന് സർക്കാർ അവകാശപ്പെടുന്നതെന്നും ഫ്ളാറ്റ് ഉടമ ജയകുമാർ ന്യൂസ് 18നോട്. കളിയിക്കാവിള കൊലപാതകത്തിൽ ബംഗളൂരുവിൽ 2 പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് അൽ ഉമയുടെ മുൻ പ്രവർത്തകർ. ഇവർ മുഖ്യപ്രതികളുടെ സുഹൃത്തുക്കളാണെന്ന് സംശയം. കസ്റ്റഡിയിൽ എടുത്തത് ബാംഗ്ലൂർ പോലീസിന് കീഴിലുള്ള സെൻട്രൽ ക്രൈംബ്രാഞ്ച്. കളിയിക്കാവിളയിലെ ASIയുടെ കൊലപാതകം ആസൂത്രണം ചെയ്തത് കേരളത്തിലെന്നതിന് കൂടുതൽ തെളിവുകൾ. വെടിവെപ്പിന് 2 ദിവസം മുമ്പ് പ്രതികൾ നെയ്യാറ്റിൻകരയിലെത്തി. കഴിഞ്ഞ 7, 9, 7, 8 തീയതികളിൽ പള്ളിയിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്. പ്രതികൾ താമസിച്ചത് വിതുര സ്വദേശി സയ്യിദ് അലി ഏർപ്പാടാക്കിയ വീട്ടിലെന്നാണ് സംശയം. സയ്യിദ് അലി ഇപ്പോൾ ഒളിവിലാണ്. നെയ്യാറ്റിൻകരയിൽ പോലീസ് പരിശോധന. കേരള, തമിഴ്നാട് പോലീസിലെ ഉന്നത സംഘമാണ് പരിശോധന നടത്തുന്നത്. കേരളത്തിൽ നിന്ന് ഇന്നലെ വരെ പിടിയിലായ പ്രതികളെ തിരുനെല്ലിയിലേക്ക് മാറ്റിയെന്നാണ് സൂചന. കേസിലെ പ്രതികൾ ആയുധങ്ങളുമായി പുറപ്പെട്ടത് നെയ്യാറ്റിൻകരയിൽ നിന്ന്. ഇത് തെളിയിക്കുന്ന CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കൊലപാതകത്തിന് മുൻപ് ബുധനാഴ്ച രാത്രി 8:30 നെയ്യാറ്റിൻകര ജംഗ്ഷനിലൂടെ പ്രതികളായ തൗഫീഖും ഷമീമും നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. റോഡ് സുരക്ഷാ വാരത്തിന് തുടക്കം. ഈ മാസം 17 വരെ പ്രത്യേക പരിശോധനകളും ബോധവൽക്കരണ പരിപാടികളുമായി ഗതാഗത വകുപ്പ്. കണ്ണൂരിൽ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി.
റോഡപകടങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പകുതിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് നൽകിയെന്നും മുഖ്യമന്ത്രി. അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികളോട് സഹകരിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്ത് വാഹന പരിശോധന കർശനമാക്കുമെന്നും മുഖ്യമന്ത്രി. മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾക്കുള്ള പിഴത്തുക കുറച്ചതിൽ പുനഃപരിശോധനയില്ലെന്ന് ഗതാഗത മന്ത്രി കെ ശശീന്ദ്രൻ. സംസ്ഥാനം പിഴത്തുക കുറച്ചത് ചട്ടപ്രകാരമാണെന്നും മന്ത്രി. മാറ്റം വരുത്തിയതിൽ ഏതൊക്കെയാണ് നിയമപ്രകാരമല്ലാത്തതെന്ന് കേന്ദ്രം വ്യക്തമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളായല്ല റോഡ് സുരക്ഷാ പദ്ധതികളെ സർക്കാർ കാണുന്നതെന്ന് ഗതാഗത മന്ത്രി. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിന് സമയമെടുത്തത് മൂലമാണ് സേവ് കേരള പദ്ധതിക്ക് കാലതാമസം ഉണ്ടായതെന്നും മന്ത്രി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചു. ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ വിസ്താരം നിർത്തണമെന്ന ആവശ്യം. അല്ലാത്തപക്ഷം കൃത്യമായ സാക്ഷി വിസ്താരത്തിന് കഴിയാതെ വരുമെന്ന് ഹർജിയിൽ ദിലീപ്. കൂടത്തായി കൊലപാതക പരമ്പരയിൽ പലതും പറയാനുണ്ടെന്നും സമയമാകുമ്പോൾ പറയാമെന്നും മുഖ്യപ്രതി ജോളി. പ്രതികരണം സിലി വധക്കേസിൽ താമരശ്ശേരി കോടതിയിൽ നിന്ന് മടങ്ങുമ്പോൾ. പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വിളിച്ചു ചേർത്ത പ്രതിപക്ഷ നേതാക്കളുടെ യോഗം 2 മണിക്ക് ഡൽഹിയിൽ. പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം ഉറപ്പിക്കുക എന്നതാണ് യോഗത്തിന്റെ ലക്ഷ്യം. എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും BSP നേതാവ് മായാവതിയും യോഗം ബഹിഷ്കരിക്കും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പങ്കെടുക്കില്ല. പ്രിയങ്ക ഗാന്ധിയുമായുള്ള വാക്ക് തർക്കത്തെ തുടർന്നാണ് മായാവതിയുടെ പിന്മാറ്റം. പ്രതിപക്ഷത്തെ ഭിന്നത കോൺഗ്രസിന് വെല്ലുവിളി. KPCC പുനഃസംഘടന സംബന്ധിച്ച നിർണായക ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ. സംഘടനാ തലത്തിലെ അഴിച്ചുപണി വേഗത്തിലാക്കാൻ നീക്കം. മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കേന്ദ്ര നേതാക്കളെ കാണും. ആദ്യ ചർച്ച വർക്കിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള പട്ടികയിൽ. ജനപ്രതിനിധികളെ ഭാരവാഹികളാക്കരുതെന്ന കർശന നിർദ്ദേശത്തിൽ മുല്ലപ്പള്ളി. ഭാരവാഹികളുടെ എണ്ണം 25 ചുരുക്കണമെന്നും KPCC അധ്യക്ഷൻ. ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി കൂടിക്കാഴ്ച നടത്തി കേരള നേതാക്കൾ. മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ചർച്ച നടത്തിയത് കേരള ഹൌസിൽ. ഏതൊക്കെ വിഷയങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണമെന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ധാരണയായി. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ്. MP-മാർക്കും MLA-മാർക്കും ഭാരവാഹിത്വം നൽകേണ്ടതില്ല എന്ന തീരുമാനം ഉണ്ടായാൽ അംഗീകരിക്കും. MP ആയിരുന്നപ്പോഴാണ് തന്നെ ഭാരവാഹിയാക്കിയത്. അതിനാൽ പുതിയ തീരുമാനം തനിക്ക് ബാധകമാകില്ല എന്നാണ് വിശ്വാസമെന്നും കൊടിക്കുന്നിൽ. CPM-മായി ചേർന്ന് ഒരു സമരത്തിനും കോൺഗ്രസ് തയ്യാറല്ലെന്നും കൊടിക്കുന്നിൽ. പിണറായി വിജയനൊപ്പം കൈകോർക്കേണ്ട ഗതികേട് കോൺഗ്രസിനില്ല. CPM-ന് ഇഷ്ടമില്ലാത്തവരെ സംഖ്യകളാക്കുകയാണ് മാർക്സിസ്റ്റ് നയം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംഖ്യയാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും കൊടിക്കുന്നിൽ. എലത്തൂർ SIക്കും പോലീസുകാരനുമെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ്. അനൗൺസ്മെന്റ് വാഹനം കസ്റ്റഡിയിലെടുക്കുകയും മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന ആരോപണം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഭരണഘടനാ സംരക്ഷണ പ്രവർത്തനങ്ങളെ അപഹസിക്കുകയും പരസ്യമായി മുഖ്യമന്ത്രി അധിക്ഷേപിക്കുകയുമാണെന്ന് നേതാക്കൾ. JNU സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ഇടപെടൽ. അക്രമം നടന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കുമെന്ന് കോടതി. ഡൽഹി പോലീസ്, വാട്സപ്പ്, ഗൂഗിൾ, ഫേസ്ബുക്ക് എന്നിവർക്ക് നോട്ടീസ്. അക്രമം ആസൂത്രണം ചെയ്ത 2 വാട്സപ്പ് ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ നൽകാനും നിർദ്ദേശം. ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടതായി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന JNU വീണ്ടും തുറന്നു. ക്ലാസുകൾ ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ. സർവകലാശാലയിലെ വിന്റർ രജിസ്ട്രേഷൻ നടപടികൾക്ക് തുടക്കം. ഐഷി ഘോഷ് ഉൾപ്പെടെ 9 പേർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. പോലീസ് പ്രതി ചേർത്ത 7 ഇടതു സംഘടനാ പ്രവർത്തകരെയും 2 ABVP പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സൂചന. മുഖം മൂടി ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് കരുതുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ 37 പേരോടും ഹാജരാകാൻ പോലീസ് നിർദ്ദേശം. മുഖംമൂടി അക്രമത്തിൽ പങ്കെടുത്തത് JNUവിലെ വിദ്യാർത്ഥിയാണെന്ന് പോലീസ്. അക്രമി സംഘത്തോടൊപ്പം നിൽക്കുന്ന യുവതിയുടെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു. എന്നാൽ യുവതിയുടെ പേര് വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല.
കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് JNUവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇന്ന് JNU സന്ദർശിക്കും. 4 മണിക്ക് ജാമ്യയിലും സന്ദർശനം. അധ്യാപകനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ചെളന്നൂർ SN കോളേജിൽ പ്രിൻസിപ്പലിനെ ഓഫീസിൽ പൂട്ടിയിട്ട് വിദ്യാർത്ഥികളുടെ സമരം. പ്രിൻസിപ്പൽ വി ദേവിപ്രിയയാണ് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓഫീസിൽ പൂട്ടിയിട്ടത്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തിയതിനെ തുടർന്നാണ് അധ്യാപകനെ പിരിച്ചുവിട്ടതെന്നാണ് ആരോപണം. ഇടുക്കിയിൽ BJP SDPI സംഘർഷം. ഇടുക്കി തൂക്കുപാലത്ത് പൗരത്വ നിയമത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നതിനിടെയുണ്ടായ കല്ലേറിൽ BJP സംസ്ഥാന സെക്രട്ടറി AK നസീറിന് പരിക്കേറ്റു. സംഘർഷത്തിൽ 3 SDPI പ്രവർത്തകർക്കും 3 പോലീസുകാർക്കും പരിക്ക്. സ്ഥലത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2015 വോട്ടർ പട്ടിക പുതുക്കി ഉപയോഗിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക വാർഡ് അടിസ്ഥാനത്തിലാക്കി മാറ്റി ഉപയോഗിക്കണമെന്ന ആവശ്യം. തിടുക്കത്തിലുള്ള വാർഡ് വിഭജനത്തിലും പ്രതിഷേധം. ആവശ്യമെങ്കിൽ നിയമ നടപടിയും UDFന്റെ പരിഗണനയിൽ. വോട്ടർ പട്ടികയിൽ സർക്കാരിനും CPMനും വിയോജിപ്പ്. ജനുവരി 20 മുമ്പ് സർക്കാർ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചേക്കും. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 28 പുറത്തിറക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ്. 2015 2019 വോട്ടർ പട്ടികയിൽ അധികമായുള്ളത് 40 ലക്ഷം വോട്ടർമാർ. SNDP മാവേലിക്കര മുൻ പ്രസിഡന്റ് സുഭാഷ് വാസുവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. യൂണിയൻ ഓഫീസിൽ നിന്നും ശ്രീനാരായണ ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹവും രേഖകളും മോഷ്ടിച്ചുവെന്നാണ് പരാതി. മുൻ സെക്രട്ടറി സുരേഷ് ബാബു, ഓഫീസ് സ്റ്റാഫ് മധു എന്നിവർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. തിരുവാഭരണങ്ങൾ ശബരീശ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ബുധനാഴ്ചയാണ് മകരവിളക്ക്. ഒരുക്കങ്ങൾ സന്നിധാനത്ത് പൂർത്തിയായി. മകരവിളക്ക് തിരക്ക് നിയന്ത്രിക്കുന്നതിനായി സന്നിധാനത്ത് കൂടുതൽ പോലീസ് സേന. പുതിയതായി 200 പോലീസുകാർ കൂടി സന്നിധാനത്തേക്ക്. ദർശനം നടത്താനായി ഭക്തർക്ക് സുസജ്ജമായ ക്രമീകരണങ്ങൾ. വിശ്വാസ പെരുമയിൽ എരുമേലി പേട്ടതുള്ളലിന് സമാപനം. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ എരുമേലിയിൽ ഭക്തിപുരസ്സരം പേട്ടതുള്ളി. ചടങ്ങുകൾക്ക് തുടക്കമായത് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലോടെ. തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടയിൽ നിന്ന് കാൽനടയാത്രയായി ശബരിമലയിലേക്ക് 25 അംഗ തീർത്ഥാടകർ 300 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ശബരിമലയിൽ എത്തുക ഇവരുടെ ലക്ഷ്യം. ചീക്കോട് KKM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വെബ്സൈറ്റ് തയ്യാറായി. വെബ്സൈറ്റിന്റെ ഔപചാരിക ലോഞ്ചിംഗ് MK മുനീർ MLA നിർവഹിച്ചു. തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചത് 5 വീടുകൾ. കണ്ണൂർ ചാലാട് മണലിൽ ഓടിക്കൊണ്ടിരുന്ന ഒമ്നി വാനിന് തീപിടിച്ചു. അപകടം നടന്നത് മണലിനും ഒറ്റത്തെങ്ങിനും ഇടയിൽ. ഗ്യാസ് ചോർച്ചയാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. തീപിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഡ്രൈവറും സുഹൃത്തും വാഹനം നിർത്തി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കണ്ണൂരിലെ മലയോര മേഖലയ്ക്ക് ആശ്വാസവുമായി 108 ആംബുലൻസ് സർവീസ്. ഒടുവള്ളിത്തട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കേന്ദ്രീകരിച്ചാണ് സേവനം. ആദ്യ സർവീസ് ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. വയനാട് പൂക്കോട് തടാകത്തിന് സമീപം അനധികൃത മണ്ണെടുപ്പ് വ്യാപകം. പരിസ്ഥിതി ദുർബല മേഖലയിലാണ് അനധികൃത പ്രവർത്തനം. പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണം. കാസർഗോഡ് ചെറുവത്തൂർ പതിക്കാൽ പുഴ സംരക്ഷിക്കാൻ ജനകീയ കൂട്ടായ്മ. കയ്യേറ്റവും മാലിന്യവും കൊണ്ട് ഒഴുക്ക് തടസ്സപ്പെട്ട് നാശത്തിന്റെ വക്കിലായ പുഴയെ തിരിച്ചുപിടിക്കാനുള്ള 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി. പട്ടയഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള NOC ഇടുക്കിയിലെ 8 വില്ലേജുകളിൽ മാത്രം നടപ്പാക്കിയത് എന്തിനെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം. ബൈസൺ വാലി പഞ്ചായത്ത് അംഗം ലാലി ജോർജ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. ഏത് നിമിഷവും നിലംപൊത്താവുന്ന വീട്ടിൽ ഭയപ്പാടോടെ കഴിയുകയാണ് തിരുവനന്തപുരം തോളൂർ പട്ടികജാതി കോളനിയിലെ ഒരു കുടുംബം. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. ദുരിത ജീവിതം നയിക്കുന്ന ഇവരെ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പരാതി.
ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനുവദിച്ച വീട് നിർമ്മാണത്തെ ചൊല്ലി തർക്കം രൂക്ഷം. തിരുവമ്പാടി മറിയപ്പുറത്തെ ചതുപ്പ് നിലത്ത് വീട് നിർമ്മിക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. മറ്റൊരു സ്ഥലം നൽകിയാൽ അവിടെ വീട് വെക്കാമെന്നാണ് സ്ഥലം ഉടമയായ റംലൻ പറയുന്നത്. കാർഷിക സ്മരണകൾ ഉയർത്തി തിരുവനന്തപുരം മടവൂർ LPSലെ വിദ്യാർത്ഥികൾ. കൃഷിയിൽ 100 മേനി വിളയിച്ചു. പാഠമൊന്ന് പാടത്തേക്ക് എന്ന പദ്ധതി പ്രകാരമായിരുന്നു കൃഷി. കൊയിലാണ്ടി പോലീസ് ക്വാർട്ടേഴ്സിലും സ്റ്റേഷൻ പരിസരത്തും പച്ചക്കറി കൃഷി ചെയ്ത് പോലീസുകാരനായ KR രാകേഷ്. പാവലും പയറും പടവലവുമാണ് സ്റ്റേഷൻ മുറ്റത്തെ പ്രധാന കൃഷി. ഒരു വാനിൽ ഇന്ത്യയും അയൽരാജ്യങ്ങളും സന്ദർശിക്കുകയാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശികളായ സഹോദരന്മാർ. ഇരിട്ടി നെച്ചിക്കാട്ട് എബിൻ വർഗീസും ലിബിൻ വർഗീസുമാണ് 3 മാസമായി ഉലകം ചുറ്റുന്നത്. പാലക്കാട് പട്ടാമ്പി കോളേജിൽ സംഘടിപ്പിക്കുന്ന കവിതയുടെ കാർണിവലിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. പരിപാടി കേരള സാഹിത്യ അക്കാദമി, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോക്ലോർ അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെ. കാർണിവലിന് ജനുവരി 23 തുടക്കം. ഇന്നലെ അന്തരിച്ച പ്രശസ്ത കാരിക്കേച്ചറിസ്റ്റ് തോമസ് ആന്റണിയുടെ സംസ്കാരം ഇന്ന് നടക്കും. 3 മണിക്ക് കുടമാളൂർ സെന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാരം. ഇന്നലെ കോട്ടക്കലിൽ ചിത്രകലാ പരിഷത്തിന്റെ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ തോമസ് ആന്റണി കുഴഞ്ഞു വീഴുകയായിരുന്നു. തമിഴ്നാട് സ്വദേശിയെ കിളിമാനൂരിൽ തലക്കടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് ദിണ്ടിഗൽ സ്വദേശി ചെല്ലപ്പൻ. കൊലയ്ക്ക് പിന്നിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമെന്ന് പോലീസ്. പരിക്കേറ്റ വയനാട് സ്വദേശി രതീഷ് ആശുപത്രിയിൽ. 3 പേർ കസ്റ്റഡിയിൽ. വെള്ളത്തൂവൽ മുൻ പഞ്ചായത്ത് മെമ്പറും എലക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന പോത്തുവാറ ജോൺ കുഴിഞ്ഞാലിയെയും മകനെയും പട്ടാപ്പകൽ നടുറോഡിൽ വെച്ച് മർദ്ദിച്ച് അവശരാക്കിയെന്ന് പരാതി. രാവിലെ പള്ളിയിലേക്ക് പോകും വഴിയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് പോലീസ് നിഗമനം. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് വെള്ളത്തൂവൽ പോലീസ്. 1.5 കോടി രൂപയുടെ നിരോധിത കറൻസിയുമായി 5 കാസർഗോഡ് സ്വദേശികൾ ഗോവയിൽ അറസ്റ്റിൽ. പിടിയിലായത് അബ്ദുൽ ഖാദർ, ബി സലിം, റസാഖ്, അബൂബക്കർ, സിദ്ദിഖ്, യൂസഫ് എന്നിവരാണ്. നിരോധിച്ച 1000 രൂപ നോട്ടുകളുമായാണ് പിടിയിലായത്. കാസർഗോഡ് രജിസ്ട്രേഷനിലുള്ള കാറും പോലീസ് പിടിച്ചെടുത്തു. വടക്കൻ കേരളത്തിൽ ദേശീയപാത കേന്ദ്രീകരിച്ച് വാഹനങ്ങളുടെ ടയർ മോഷ്ടിക്കുന്ന സംഭവം പതിവാകുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തത് നിരവധി കേസുകളാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്കുമായി എത്തുന്ന വലിയ ലോറികളിലാണ് മോഷണം. പോലീസ് നിഷ്ക്രിയമെന്ന് ആരോപണം. കൊല്ലംകുളപ്പാടം സ്വദേശിനിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ യുവാക്കൾ പിടിയിലായി. കസ്റ്റഡിയിലായ നിയാസ്, അൽ അമാൻ എന്നിവരാണ്. പ്രതികളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. വിദ്യാർത്ഥിനിയെ കാറിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച ശേഷം ട്രെയിൻ മാർഗം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പോലീസ്. കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരിയുടെ ബാഗിൽ നിന്നും പണവും മറ്റ് രേഖകളും മോഷ്ടിച്ച നാടോടി സ്ത്രീയെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കോയമ്പത്തൂർ സ്വദേശി ദേവി. ചാലക്കുടിയിൽ സംസ്കരിച്ച മാംസം കൊള്ളയടിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് വരാപ്പുഴ കളത്തിപ്പറമ്പിൽ രൂപേഷ്. കഴിഞ്ഞ ജൂലൈയിൽ കൊച്ചിയിൽ നിന്നും ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയ 1 ലോഡ് സംസ്കരിച്ച മാംസമാണ് കൊള്ളയടിക്കപ്പെട്ടത്. ഡ്രൈവറെയും സഹായിയെയും തട്ടിക്കൊണ്ടുപോയായിരുന്നു കൊള്ള. വടകര ഇരിങ്ങലിൽ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. മൂരാട് ടാക്കീസ് റോഡിന് സമീപം പ്രഭാകരന്റെ വീടിന് നേരെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. വീടിന്റെ ചുവരുകൾക്ക് വിള്ളൽ സംഭവിച്ചു. പയ്യോളി പോലീസ് അന്വേഷണം തുടങ്ങി. ഓഹരി വിപണിയിൽ നേട്ടത്തോടെ വ്യാപാരം. രാവിലെ സെൻസെക്സ് ആരംഭിച്ചത് 250 പോയിന്റ് ഉയർന്നു. നിഫ്റ്റിയിലും മുന്നേറ്റം. BSEയിലെ 779 കമ്പനികളുടെ ഓഹരികൾ നേട്ടത്തിൽ. ഇപ്പോൾ 217 പോയിന്റ് ഉയർന്ന് വ്യാപാരം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 29,720 രൂപയിൽ ഇന്നും വ്യാപാരം. ഗ്രാമിന് 3,715 രൂപ. ആഭ്യന്തര വിപണിയിൽ വില മാറാത്തത് തുടർച്ചയായ 2ാം ദിവസം.
തനിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ഭീകരർ കീഴടങ്ങാൻ പോകുന്നവരായിരുന്നുവെന്ന് കശ്മീർ DSP ദേവീന്ദർ സിംഗ്. ജമ്മു കശ്മീർ പോലീസിലെ DSP ആയ ദേവീന്ദർ സിംഗ് കഴിഞ്ഞ ദിവസം ഭീകരർക്കൊപ്പം പിടിയിലാവുകയായിരുന്നു. ഹിസ്ബുൾ ലഷ്കർ ഭീകരർക്കൊപ്പമാണ് ദേവീന്ദർ സിംഗ് പിടിയിലായത്. അന്വേഷണ സംഘം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബേലൂർ മഠ സന്ദർശനത്തിൽ ഒരു വിഭാഗം സന്യാസിമാർക്ക് അതൃപ്തി. മഠത്തെ രാഷ്ട്രീയ വിശദീകരണത്തിനുള്ള വേദിയാക്കിയെന്ന് പരാതി. അതൃപ്തി അറിയിച്ച് അധികൃതർക്ക് കത്തയച്ച സന്യാസിമാർ. പൗരത്വ നിയമ ഭേദഗതിയിൽ വിശദീകരണം നൽകിയ പ്രധാനമന്ത്രി മഠത്തിലെ പരിപാടിയിൽ മമതാ ബാനർജിയെ കടന്നാക്രമിക്കുകയും ചെയ്തിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ശബ്ദിക്കുന്നവരെ ജീവനോടെ കുഴിച്ചുമൂടുമെന്ന് ഉത്തർപ്രദേശിലെ BJP മന്ത്രി രഘുരാജ് സിംഗ്. മന്ത്രിയുടെ വിവാദ പരാമർശം പൗരത്വ നിയമ ഭേദഗതിക്ക് അനുകൂലമായി അലിഗഡിൽ നടന്ന റാലിയിൽ 1% ആളുകൾ മാത്രമാണ് നിയമ ഭേദഗതിയെ എതിർക്കുന്നത്. അവർ ഇന്ത്യയിൽ താമസിച്ച നേതാക്കൾക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയാണെന്നും BJP മന്ത്രി. പൊതുമുതൽ നശിപ്പിക്കുന്നവരെ വെടിവെച്ചു കൊല്ലണമെന്ന് ബംഗാൾ BJP പ്രസിഡന്റ് ദിലീപ് ഘോഷ്. നദിയ ജില്ലയിലെ ഒരു പൊതുപരിപാടിക്കിടെയായിരുന്നു വിവാദ പരാമർശം. ലാത്തി കൊണ്ടടിക്കും, വെടിവെക്കും, ജയിലിലിടും എന്നായിരുന്നു നേതാവിന്റെ പ്രഖ്യാപനം. പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് BJP നടത്തിയ റാലിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ജെയിൻ സന്ദർശിച്ച ബോളിവുഡ് താരം ദീപിക പദുക്കോണിനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ. അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ച് അവർ മാതൃകയായി. ദീപികയ്ക്കെതിരായ അഭിപ്രായങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ. നിർഭയ കേസിലെ പ്രതികളുടെ വധശിക്ഷയുടെ ഡമ്മി പരീക്ഷണം നടത്തി. പ്രതികളുടെ ശരീരഭാരത്തിന്റെ ഇരട്ടി ഭാരമുള്ള മണൽ ചാക്കുകൾ തൂക്കിലേറ്റിയായിരുന്നു പരീക്ഷണം. തിഹാർ ജയിലിലെ 3-ാം നമ്പർ സെല്ലിലാണ് പരീക്ഷണം നടന്നത്. ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ റോക്കറ്റ് ആക്രമണം. 4 ഇറാഖി വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ബലാദ് സൈനിക താവളത്തിലാണ് ആക്രമണം ഉണ്ടായത്. 8 റോക്കറ്റുകൾ പതിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണത്തെ ആക്രമണം. സൈനിക താവളത്തിൽ ഉണ്ടായിരുന്നത് 15 US സൈനികർ. US സൈനികരെ ലക്ഷ്യം വെച്ചാണ് ആക്രമണമെന്നാണ് സൂചന. യുക്രൈൻ വിമാനം തകർത്ത സംഭവത്തിൽ ഇറാനിൽ പ്രതിഷേധം ശക്തം. പ്രസിഡന്റ് ഹസൻ റുഹാനി അടക്കമുള്ള നേതാക്കൾ രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാർ. യുക്രൈൻ വിമാനം തകർത്തത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാണ് ഇറാന്റെ നിലപാട്. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധം. ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ അമേരിക്ക സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വസ്തുതകൾ അറിയാൻ മനുഷ്യാവകാശ സംഘടനകളെ ഇറാൻ അനുവദിക്കണം. ഇറാനിലെ പ്രതിഷേധക്കാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു. അവർക്കൊപ്പം താൻ ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ സെനറ്റിന്റെ വിചാരണാ നടപടികൾ ഉടൻ. സ്പീക്കർ നാൻസി പെലോസിയുടെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റിക് നേതാക്കളുടെ യോഗം നാളെ. ഇംപീച്ച്മെന്റ് പ്രമേയം നേരത്തെ ഹൗസ് ഓഫ് കോമൺസ് പാസാക്കിയിരുന്നു. സെനറ്റിൽ ഭൂരിപക്ഷവും റിപ്പബ്ലിക്കന്മാർ. അതിനാൽ പ്രമേയം പരാജയപ്പെടാനാണ് സാധ്യത. ഫിലിപ്പൈൻസിലെ താൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിയുടെ വക്കിൽ 8000-ലേറെ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. താൽ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് മനിലയ്ക്ക് 50 കിലോമീറ്റർ അകലെ.